സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരത്തിന്റെ പുതിയ മുഖം തുറന്ന ആശാ വർക്കേഴ്സ്. ആശമാർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി UDF രംഗത്തെത്തി. നിരാഹാര സമര പന്തലിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ UDF MLA-മാർ മാർച്ച് നടത്തി. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, കൂടെ ഉണ്ടാകും. ഇതിന് ന്യായമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞാൻ ഇപ്പോഴും വിനയപൂർവ്വം ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയെ കാണാൻ ഡൽഹിയിലെത്തിയ മന്ത്രി വീണ ജോർജിന് അനുമതി ലഭിച്ചില്ല. റെസിഡന്റ് കമ്മീഷണർ വഴി കത്ത് നൽകിയെങ്കിലും അനുമതി ലഭിച്ചില്ല എന്ന് വീണ ജോർജ് പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ റെസിഡന്റ് കമ്മീഷണർ വഴി നിവേദനം നൽകി. ആശാ വർക്കേഴ്സിന്റേതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നിവേദനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. ഞാൻ അപ്പോയിന്റ്മെന്റിന് എൻ്റെ ഓഫീസ് വഴി കത്ത് കൊടുത്തിരുന്നു, റെസിഡന്റ് കമ്മീഷണർ വഴി കത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇന്ന് ലഭിക്കണം എന്നുള്ള നിലയിൽ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് തിരക്കായിരുന്നത് കൊണ്ടാവാം. അപ്പോൾ അടുത്തൊരു ദിവസം അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുവാണെങ്കിൽ അന്ന് വരും. കൺവീനിയന്റ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ വരും. ഇന്ന് ഏതായാലും റെപ്രസെന്റേഷൻസ് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ശ്രീകാന്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, സമരം അതിന്റെ പുതിയ മുഖത്തിലേക്ക്, നിരാഹാര സമരം എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. അത് കൂടുതൽ ശക്തമാകുന്നു, അതിന് പിന്തുണ ഏറി വരുന്നു. ഇന്നിപ്പോൾ UDF MLA-മാരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മാർച്ചൊക്കെ നമ്മൾ കണ്ടു. ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും അത് നിവേദനം സമർപ്പിക്കുന്നതിൽ ഒതുങ്ങി. പുതിയ വിവരങ്ങൾ എന്താണ് ശ്രീകാന്ത്? റീജിത്ത് 39 ദിവസമായി തുടരുന്ന സമരം, ആ പ്രതിഷേധം, അതിനു നേരെ സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സമരം കടുപ്പിക്കാൻ ആശാ വർക്കർമാർ തീരുമാനിച്ചത്. ഇന്ന് രാവിലെ 11 മണിക്ക് നിരാഹാര സമരത്തിലേക്ക് പോയി. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, 3 ആശാ വർക്കർമാർ ഇപ്പോൾ അതിൻ്റെ ചുമതലക്കാരടക്കമുള്ളവർ നിരാഹാര സമരം ആരംഭിച്ചു. ഇടതനുഭാവിയായ KG താര രാവിലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. വൈകുന്നേരമായപ്പോഴേക്കും പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ സഭ ബഹിഷ്കരിച്ച് UDF MLA-മാർ ഇവിടെ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ 38 ദിവസവും ആശാവർക്കർമാർ ഉന്നയിച്ചിരുന്ന അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇന്നലെ ചർച്ചയ്ക്ക് സർക്കാർ പ്രതിനിധികൾ വിളിച്ചു. ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ വിളിച്ചു. അതിനുശേഷം പിന്നീട് ഇവരെ മന്ത്രി തന്നെ നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്നിലും തന്നെ പരിഹാരമാകാത്ത പശ്ചാത്തലത്തിലാണ് ഇന്ന് നിരാഹാര സമരത്തിലേക്ക് കടന്നത്. മന്ത്രി ഇന്ന് ഡൽഹിയിൽ പോയിരുന്നു. കൂടിക്കാഴ്ച നടത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് അനുവാദം തേടി. പക്ഷേ മുൻകൂർ അനുവാദം തേടാത്ത പശ്ചാത്തലത്തിലാണോ എന്നറിയില്ല. ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി കിട്ടിയില്ല. നമുക്കൊന്ന് സംസാരിക്കുകകൂടി ചെയ്യാം. ഇന്നിപ്പോൾ മന്ത്രി ഡൽഹിയിലേക്കൊക്കെ പോയിരുന്നു. അവിടെ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അനുവാദം കിട്ടിയിട്ടില്ല. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ മന്ത്രി നടത്തുന്ന ഈ നീക്കങ്ങളിൽ? അല്ല, നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അതിന് നമ്മൾ പ്രതീക്ഷ വയ്ക്കണമല്ലോ. ശ്രമിച്ച് എന്താ കൊണ്ടുവരുന്നതെന്ന് നോക്കാം. നമുക്ക് എന്ത് തരാൻ പറ്റും കേന്ദ്രത്തിന്, അത് കിട്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് എന്ത് തരാൻ പറ്റും എന്നൊക്കെയുള്ള നമുക്ക് നോക്കാം. തീർച്ചയായും ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ആശാവർക്കർമാർ ഇപ്പോഴും ഈ സമരരംഗത്തുള്ളത്. അവർ 39 ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തുമ്പോൾ അവർക്കുണ്ടായിരുന്ന ആവശ്യങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും അവരുടെ ആശങ്ക അകറ്റാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിനാകട്ടെ എന്ന് കരുതാം.